ജി സുധാകരന്റെ വീടിന് മുന്നിൽ പോസ്റ്റർ ഒട്ടിക്കുകയാണ് ആദിൽ പാലോട്. നമുക്കതിന്റെ ദൃശ്യങ്ങൾ കാണാം. വർഗവഞ്ചകനെന്ന് ജി സുധാകരനെ വിളിച്ചുകൊണ്ടാണ് ഈ പോസ്റ്ററുകൾ, അല്ലേ? ജി സുധാകരന് നേരെ പ്രതിഷേധങ്ങളൊന്നും വേണ്ടെന്ന് ജില്ലാ കമ്മിറ്റി നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇപ്പോഴിതാ പോസ്റ്ററുകൾ ഒട്ടിക്കുകയാണ്. ജി സുധാകരന്റെ വീടിന് മുന്നിൽ രക്തസാക്ഷികൾ സിന്ദാബാദ്, വർഗവഞ്ചകന് മാപ്പില്ല, വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് CPM-ന്റെ പേരിലാണ് ആ പോസ്റ്ററുകൾ എന്നതാണ് ശ്രദ്ധേയം. ആദിൽ പാലോട് ജി സുധാകരന്റെ വീടിന് മുന്നിൽ നിന്നുണ്ട്. ഒപ്പം മനീഷ് മഹിപാൽ കൂടിയുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, പോസ്റ്റർ ഒട്ടിച്ചുള്ള പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിനീത, അതെ, ജി സുധാകരന്റെ പുന്നപ്രയിലെ വസതിക്ക് മുൻപിലാണ് രക്തസാക്ഷികൾ സിന്ദാബാദ്, വർഗവഞ്ചകന് മാപ്പില്ല, വോട്ടില്ല. CPM-ന്റെ പേരിൽ തന്നെയാണ് നിലവിൽ നേരത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ മുൻപിൽ തന്നെ ഒട്ടിച്ച അതേ പോസ്റ്ററാണ് വർഗവഞ്ചകൻ എന്ന പേരിൽ നിലവിൽ ജി സുധാകരനെ കാണുന്നത്. തീർച്ചയായിട്ടും പുന്നപ്രയുടെ മണ്ണിൽ, രക്തസാക്ഷികളുടെ മണ്ണിൽ, നമ്മുടെ സഖാവ് VS-ന്റെ മണ്ണിൽ സുധാകരൻ കാണിച്ച വർഗവഞ്ചന എന്താണെന്ന് തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. യഥാർത്ഥ വർഗവഞ്ചന തന്നെയാണ്. ഒരാൾ പോലും ഇവിടുന്ന് പോയിട്ടില്ല ഇതുവരെ. ഏതെങ്കിലും ഒരു പാർട്ടി, നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു പാർട്ടി മെമ്പറോ പാർട്ടി അനുഭാവി ഇവിടെ വന്ന് അദ്ദേഹത്തെ അനുഭാവം രേഖപ്പെടുത്തിയിട്ട് കാണാവോ? ഒരാൾ പോലും പോവില്ല. കൊടുക്കാവുന്ന മുഴുവൻ ഇതും പാർട്ടി അദ്ദേഹത്തിന് നൽകിയതാണ്. എല്ലാ ആനുകൂല്യങ്ങളും പറ്റി കഴിഞ്ഞ വർഷം വരെ അദ്ദേഹം പാർട്ടിയുടെ എല്ലാ ഇതിലും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഒരു ദിവസം ഈ പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പോകുന്നത് ഒരിക്കലും പാർട്ടിയിലെ അദ്ദേഹത്തെ പരിഗണിച്ചില്ല. വെറുതെ പറയുന്നത്. എല്ലാ പരിപാടിയും അദ്ദേഹത്തെ ക്ഷണിക്കാറുണ്ട്. അമ്പലപ്പുഴയിലെ പാർട്ടിയിൽ അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടെന്ന് അദ്ദേഹം രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട്. ബ്രാഞ്ച് അദ്ദേഹം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചിലെ അംഗമായിരുന്നു. അവിടെ കമ്മിറ്റി പങ്കെടുക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ തീരുമാനം PKC-യുടെ റൂമാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. തീർച്ചയായിട്ടും ഇത്രയും കാലം 45 വർഷമായി ഈ പാർട്ടി കൊടുക്കാവുന്ന മുഴുവൻ സ്ഥാനങ്ങളും കൊടുത്തു. 7 പ്രാവശ്യം അദ്ദേഹത്തെ MLA ആക്കി മത്സരിപ്പിച്ചു. 2 പ്രാവശ്യം മന്ത്രിയാക്കി. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ അവിടെ മത്സരിപ്പിച്ചു മുനിസിപ്പൽ ചെയർമാനാക്കാൻ വേണ്ടി. ജില്ലാ കൌൺസിലിന്റെ ചെയർമാനാക്കാൻ ആക്കി. അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് മെമ്പറാക്കി. എന്തെല്ലാം അതിന് പാർട്ടി കൊടുക്കണം അദ്ദേഹത്തിന്? തീർച്ചയായിട്ടും പുന്നപ്രയുടെ മണ്ണിൽ, VS-ന്റെ മണ്ണാണിത്. ഈ VS-ന്റെ മണ്ണിലാണ് ഈ വർഗവഞ്ചന കാണിച്ചിരിക്കുന്നത് അദ്ദേഹം. അതെ, ഇലക്ഷൻ പണിയെടുത്തു. ഇവിടെ ഈ 5-ാം വാർഡ്, ജി സുധാകരൻ താമസിക്കുന്ന ഈ 5-ാം വാർഡിൽ 3 ബ്രാഞ്ച് കമ്മിറ്റികളിലായി 26 പാർട്ടി അംഗങ്ങളും 3 ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ട്. നിലവിൽ ഇതുവരെ ഒരാൾ പോലും ഈ ഒരു ബന്ധമില്ല. തീർച്ചയായിട്ടും ഉണ്ടാകും. ഇല്ല, അദ്ദേഹത്തിന് അനുകൂലമായ പ്രതികൂലമായ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രതികൂലമായിട്ടുള്ള പ്രതിഷേധം, നമ്മൾ അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നില്ല. 14-ാം തീയതി ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ടുള്ള ഒരു ഇതിനെ സംബന്ധിച്ച് പ്രകടനം ഉണ്ടാവും, ബോധ്യപ്പെടുത്തും. അത് VS-ന്റെ വീട്ടിൽ നിന്ന് ആരംഭിക്കും. അത് കളർ റോഡിൽ കൊണ്ട് അവസാനിക്കും. കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 14-ാം തീയതി പാർട്ടി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കും. പ്രകോപനം പാടില്ല. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ധിക്കരിക്കില്ല? അത് പ്രകോപനം ഇന്നലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് വീടിന് മുൻപിലാണ്. വീടിന് മുൻപിലൊന്നുമല്ല, ഇങ്ങോട്ട് മാറിയല്ല. അത് അദ്ദേഹമാണ് ബോധ്യപ്പെടുത്തേണ്ടത്. എത്രയോ ഇന്നലെ വൈകുന്നേരം വരെ അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടായിരുന്നു. ഈ എല്ലാ വർഷവും ഞാൻ SFIയുടെ ഭാരമായിട്ടിരുന്ന ആളാണ്. എല്ലാ വർഷവും SFIയുടെ നേതൃത്വത്തിൽ കരിമുളയ്ക്കൽ അദ്ദേഹത്തിന്റെ ബലികുടീരത്തിന് മുന്നിൽ എല്ലാ വർഷവും നമ്മൾ ആചരിക്കുന്നതാണ് സാക്ഷി ദിനങ്ങൾ. അദ്ദേഹം എന്ത് ഇതായിട്ടാ പറഞ്ഞത്? കിട്ടില്ല. ഒരു കാരണവശാലും കിട്ടില്ല. ഒരു പാർട്ടി പ്രവർത്തകൻ പോലും അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടില്ല. അതാണ് വാസ്തവം. പോവുകയുമില്ല. അത് ഒരിക്കലും ഇല്ല. പാർട്ടി തീരുമാനിക്കപ്പെടുന്ന സ്ഥാനാർത്ഥി ആരാണോ അതായിരിക്കും വിജയിക്കുക. നിലവിൽ പാർട്ടി പ്രവർത്തകരുടെ രോഷമാണ്. അതാണ് മനീഷ്. ആരെങ്കിലും പാർട്ടി വിട്ടു പോകുമോ എന്ന ചോദ്യം ബാക്കിയാണ്. സുധാകരന് അത്തരത്തിലൊരു ശക്തി അവിടെ കാണിക്കാനാകുമോ എന്നത് കൂടിയുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഭാരവാഹിത്വമുള്ള ആളുകളാണോ അതോ അണികളാണോ സംസാരിച്ചത്?
വിനീത, പാർട്ടിയുടെ വലിയ താക്കീതുണ്ട് ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ പാടില്ല എന്ന്. പക്ഷേ നിലവിൽ ജി സുധാകരന്റെ വസതിക്ക് മുമ്പിലടക്കം രക്തസാക്ഷികൾ സിന്ദാബാദ് എന്നടക്കമുള്ള പോസ്റ്ററുകൾ നേരത്തെ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇത് പാർട്ടി അംഗങ്ങൾ തന്നെയാണ്. പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ പുന്നപ്രയിൽ അദ്ദേഹത്തിന്റെ വസതിക്ക് മുൻപിലും സമീപ പ്രദേശങ്ങളിലും ഈ രീതിയിൽ രക്തസാക്ഷികൾ സിന്ദാബാദ്, വർഗവഞ്ചകന് മാപ്പില്ല, വോട്ടില്ല, CPMന്റെ ഔദ്യോഗികമായ പോസ്റ്ററാണ് പ്രത്യക്ഷപ്പെടുന്നത്. നാളെ ലോക്കൽ ജില്ലയിലെ മുഴുവൻ ലോക്കൽ കമ്മിറ്റി യോഗം ചേരും. വിശദീകരണ യോഗം മറ്റന്നാളാണ്. യാതൊരു തരത്തിലുള്ള പ്രതിഷേധ പ്രകടനമോ റാലിയോ ഒന്നുമില്ല. ആരും ഇതിൽ പ്രകോപിക്കാം. പക്ഷേ ഇപ്പോഴിതാ സാധാരണ പാർട്ടി അംഗങ്ങളുടെയും പ്രവർത്തകരുടെയും ഒരു രോഷമാണ്. കാരണം പുന്നപ്രയിലെ തങ്ങളുടെ നേതാവ് പാർട്ടി വിട്ട് മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടി ചിഹ്നത്തിനെതിരെ മത്സരിക്കുന്നു എന്ന ശക്തമായ വികാരം ഉണ്ട്. ആ വികാരമാണ്, അതായത് ജി സുധാകരൻ എടുത്ത നിലപാടിനോട് ശക്തമായ വിയോജിപ്പ് നേതാക്കൾക്കുണ്ട്, ഇവിടെയുള്ള പാർട്ടി അംഗങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഒരു കൊഴിഞ്ഞു പോക്കുണ്ടാകില്ല എന്ന് തന്നെയാണ് CPM നേതൃത്വം ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരസ്യമായ പ്രതികരണങ്ങൾക്ക് പോകേണ്ടതില്ല എന്ന് നിർദ്ദേശം നൽകുന്നു. ഒപ്പം തന്നെ വിശദീകരണ യോഗം വിളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അടിയന്തരമായ ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഒക്കെ വിളിച്ചു ചേർക്കുന്നുമുണ്ട്.